ഹായ്, പ്രിൻസ് ആണ്. ട്രാവൽ വിത്ത് സം. ഞാനിപ്പോൾ മൂന്നാറിലെ ഏറ്റവും പുതിയ ലക്ഷറി 5-സ്റ്റാർ റിസോർട്ട് ആയിട്ടുള്ള ദ ഗ്രാൻഡ് ക്ലിഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. 7 കാറ്റഗറിയിലായിട്ട് 72 റൂംസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പൂൾ സൈഡിലാണ്. ഈ ഒരു പൂളാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ ഈ ഒരു പൂൾ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ് കിട്ടുന്നത്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു റിസോർട്ടിനകത്തേക്ക് നോക്കുന്ന സമയത്ത് പക്ക ഒരു ടീ പ്ലാന്റേഷന്റെ നടുക്ക് നിൽക്കുന്ന ഒരു റിസോർട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ദെൻ നമ്മുടെ എൻട്രി പോയിന്റ് ഏകദേശം ഒരു 500 മീറ്റേഴ്സ് ഉണ്ട് ഇവിടുത്തെ റിസപ്ഷൻ ബ്ലോക്കിലേക്ക്. അങ്ങനെ നമ്മൾ മേലേക്ക് കയറി വരുന്ന സമയത്ത് ഇതാണ് റിസപ്ഷൻ ബ്ലോക്ക്. ഈ ഒരു റിസപ്ഷന്റെ പുറത്ത് നിന്നുള്ള ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എത്രമാത്രം ലക്ഷറി ആണ്, എത്രമാത്രം പ്രീമിയം പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ റിസപ്ഷൻ അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു റിസപ്ഷൻ ആണ്. അതേപോലെ തന്നെ ആ ഒരു ഗ്രാൻഡ് ലുക്കിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുമുണ്ട്. റിസപ്ഷന്റെ തൊട്ട സൈഡിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇത് ഇവിടുത്തെ മെയിൻ ബ്ലോക്കിന്റെ ഔട്ടർ ഏരിയ ആണ് കേട്ടോ. റിസപ്ഷനും റെസ്റ്റോറൻറ്റും ഒക്കെ ഈ ഒരു ബ്ലോക്കിലാണ്. അതേപോലെ തന്നെ ഡിലക്സ്, സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി റൂംസും ഈ ഒരു ബ്ലോക്കിലാണ്. നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം ഒന്ന് കാണാം. ഇതാണ് ഡിലക്സ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമിന്റെ ഇന്റീരിയർ ഇൻസൈഡ് വരുന്നത്. ഓവറോൾ ഒരു ലുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. അതേപോലെ തന്നെ നല്ല കിഡിലൻ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി എന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഈ ഒരു റൂമിൽ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ കണക്ടിങ് റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു റൂമിന്റെ ടോയ്ലറ്റ് സ്പേസ്. ഇത് കണ്ടോ, നെക്സ്റ്റ് റൂമിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോറാണ്. ആക്ച്വലി 2 ഡോർ ഉണ്ട്, 2 റൂമിലും 2 ഡോർ ഉണ്ട്. അപ്പൊ അത് ഇന്റർ കണക്ടിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവർ ആ കീ വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് തരും. അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 റൂമിൽ നിന്ന് നമുക്ക് സെയിം വ്യൂ ആയിരിക്കും. ഇത് കണ്ടോ, ഇതാണ് രണ്ടാമത്തെ റൂമിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. നെക്സ്റ്റ് ഇത് ഇവിടുത്തെ ട്വിൻ ബെഡ്റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മൾ നേരത്തെ കണ്ട ഡിലക്സ് റൂമിന്റെ സെയിം റൂമാണ്, സെയിം ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. 2 സെപ്പറേറ്റ് ബെഡ് ആയിരിക്കും ഈ ഒരു റൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ റൂമിന് ബാൽക്കണി സ്പേസ് ഉണ്ട്. ഈ ഒരു റൂമിന്റെ ബാൽക്കണിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ്, ഒരു നാച്ചുറൽ വ്യൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ്. ഇപ്പൊ വ്യൂവിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇവിടുത്തെ ട്രിപ്പിൾ റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതാണ് ഇവിടുത്തെ ട്രിപ്പിൾ റൂം എന്ന് പറയുന്ന കാറ്റഗറി. ഒരു ഫാമിലി 3 പേര് അല്ലെങ്കിൽ ഒരു ജെൻസ് 3 പേരൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്, എക്സ്ട്രാ ബെഡും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട്. ഇതാണ് ഈ ഒരു റൂമിനകത്തെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റൂമുകളുടെ ഒക്കെ സിമിലർ ആണ്, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ദെൻ ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള സ്യൂട്ട് റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മൾ ഈ ഒരു റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കോമൺ ലിവിംഗ് ഏരിയയിലേക്കാണ് എൻട്രി ഉള്ളത്. ലിവിംഗ് ഏരിയയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് സ്പേസും കൂടിയുണ്ട്. ദെൻ ഇതാണ് ഈ ഒരു റൂമിന്റെ ബെഡ്റൂം സ്പേസ്. ബെഡ്റൂം സ്പേസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതേപോലെ തന്നെ ഇന്റീരിയറിലും കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണിയാണ്. ഈ ഒരു റൂമിൽ വന്നിട്ട് നമുക്ക് 2 ബാൽക്കണി സ്പേസ് ഉണ്ട്. ബെഡ്റൂമിന്റെ സൈഡിലായിട്ട് ഒരു ബാൽക്കണി സ്പേസും അതേപോലെ തന്നെ ലിവിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് വേറൊരു ബാൽക്കണി സ്പേസും കൂടിയുണ്ട്. നേരത്തെ കണ്ട റൂമുകളെക്കാളിലൊക്കെ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ബാത്ത് ടബും കൂടിയുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ 7 റൂംസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. ഇത് ഇവിടുത്തെ പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മൾ ഈ ഒരു റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു കോമൺ ലിവിംഗ് ഏരിയയും അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് സ്പേസും ആണുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ സ്യൂട്ട് റൂമിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു റൂമിന് 2 ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബാൽക്കണി സ്പേസും അതേപോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ബാൽക്കണി സ്പേസും. പിന്നെ ഈ ഒരു റൂമിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്യൂട്ട് റൂമിൽ കണ്ട റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാത്ത് ടബായിരുന്നു ടോയ്ലറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റിൽ ജാക്കുസിയാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതാണ് ഈ 2 റൂമും സ്യൂട്ട് റൂമും പ്രസിഡൻഷ്യൽ സ്യൂട്ടും തമ്മിലുള്ള മെയിൻ ഒരു ഡിഫറൻസ്. ഇത് ഇവിടുത്തെ റെസ്റ്റോറന്റ് സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അതേപോലെ തന്നെ റെസ്റ്റോറന്റിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കിഡിലൻ വ്യൂ എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു ഡിസൈനിങ് ഉള്ളത്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് മൗണ്ടന്റെയും അതേപോലെ തന്നെ ഒരു പൂൾ സൈഡ് വ്യൂ ഒക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഇത് ഇവിടുത്തെ ഹെൽത്ത് ക്ലബ് ആണ്. അത്യാവശ്യം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെൽത്ത് ക്ലബിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാങ്കറ്റ് സ്പേസും കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാങ്കറ്റ് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാങ്കറ്റ് സ്പേസ് ആണ്. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിം സെന്റർ. ഇനിയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനുള്ളത്. ഇത് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇത് ഇവിടുത്തെ ഒരു കേവിന്റെ ഡിസൈൻ ആണ്. കേവിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കേവ്സിന്റെ രൂപത്തിൽ എന്താ പറയുക ഇവർ ചെയ്തിട്ടുള്ള ഒരു കേവ് ആണിത്. നമുക്ക് ഇതിനകത്തേക്കൊക്കെ ജസ്റ്റ് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേവ് ഉള്ളത്. ദെൻ ഈ ഒരു കേവിന്റെ താഴ് സൈഡിലായിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ട്.
ഈ ഒരു റിസോർട്ടിന്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു ആക്ടിവിറ്റി കോർണർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ വാട്ടർഫോൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവരെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇതിലെ നടക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു പാർക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടുത്തെ ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഒരു വലിയൊരു ഈഗിളിന്റെ രൂപം വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ്. അപ്പൊ ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ റിസോർട്സിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബുക്കിങ്ങിനും മറ്റേ ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം ബെസ്റ്റ് റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.